എത്ര നാളെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ പെട്ടുകിടക്കുക. എപ്പോഴൊക്കെ ഞാൻ ഈ രക്ഷപ്പെടാൻ പോയിട്ടുണ്ടോ ആ അമ്മച്ചി പുറകെ വന്ന് ആ ബാറ്റ് വെച്ച് എൻ്റെ തലക്കിട്ടടിക്കും. പക്ഷെ ഇന്ന് ഈ ദിവസം ഞാൻ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മൊത്തം ഇതിൻ്റെ അകത്ത് പെട്ടുപോകും. നിങ്ങൾ എൻ്റെ ഒപ്പം കാണിയാലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ. ലെറ്റ്സ് ഗോ ഗായ്സ്. ഗ്രാനി എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ ഞാൻ എല്ലാ മുറി അടിച്ചു പെറുക്കാൻ പോയി. എന്തേലും ക്ലൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകും. താഴത്തെ കാറുണ്ടല്ലോ, ആ അംബാസഡർ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പാപ്പൻ്റെ അംബാസഡറാണ്. ഒരു സീന് ഈ ഫോട്ടോ എടുത്ത് താഴത്ത് കളയാം. അതേ അമ്മച്ചി വരുന്നു. കിളവേ, ഇന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങും, നോക്കിക്കോ കേട്ടാ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാ സാധനം പെറുക്കണം. എന്തേലും ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ തന്നെ ഭയങ്കര ഉപകാരമാണ്. അതിൻ്റെ തന്നെ കാറിൻ്റെ കീ ആണ്. ഓ, വെപ്പൺ കീ ഗൈസ്. ഇന്ന് ഈ അമ്മൂമ്മയുടെ കാര്യം തന്നെ തീർന്നു. വെപ്പൺ കീ തന്നെ കളി തുടങ്ങിയപ്പോൾ തന്നെ വെപ്പൺ കീ കിട്ടി. ബാമച്ചി ബാ, പുറകെ തന്നെ വാ. അത് എടുക്കട്ട സാധനം, അമ്പും വില്ലും ഒക്കെ എടുത്തു. ഇതേതാണ്ട് മറ്റേ ഡോസാണെന്ന് തോന്നുന്നു, നമ്മൾ ആനക്ക് കുത്തുന്ന സാധനം. അതെന്താ ഇവിടെ ഇരിക്കണമെന്ന് എന്നോട് ചോദിക്കരുത്. ഇതൊക്കെ ഗ്രാനീൻ്റെ വീടാ, ഗ്രാനിക്ക് അറിയത്തുള്ളൂ. ഒരാളോ ഷോട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നാ മതിയോ? ഇത്ര നാൾ എൻ്റെ തലക്കിട്ട് അടിച്ചോണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്കിട്ട് പണി തന്നു. ആദ്യത്തെ ദിവസം തന്നെ വെപ്പൺ കീ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ കളവി? ഞാനും വിചാരിച്ചില്ല. എന്നാലും സീനില്ല. ഇവിടെയാണ് നമ്മൾ സ്ലെൻഡറിൻ്റെ പാവ കിടക്കുന്നത്. ഈ പാവയെങ്ങാണ് നമ്മളെ ഗ്രാനി പെട്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനിയുടെ തലമണ്ട അടിച്ച് വിളിക്കും. സാധാരണ സ്പീഡിനെക്കാളും ഇരട്ടി സ്പീഡ് വരും. അതിനേക്കാളും മുമ്പ് നമുക്ക് ഈ പാവേനെ ഏറ്റവും ടോപ്പിൽ കൊണ്ട് വെക്കണം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നൈസിന് ഇട്ടേക്കാം. ഓക്കെ, പാവ ടോപ്പിൽ കിടപ്പുണ്ട്. പക്ഷേ എനിക്കറിയാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പാവയും കൊണ്ട് സിലിണ്ടറിനെ എനിക്ക് എതിരായിട്ട് ഒരു സാധനവും തന്നിട്ടില്ല. എന്തായാലും പാവ പൊക്കത്ത് കിടക്കട്ടെ. നമുക്ക് താഴത്തെ കിച്ചൻ്റെ സൈഡിൽ പോകാം. എന്നിട്ട് കിച്ചൻ്റെ സൈഡിൽ പോയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ഇനി അമ്മച്ചി വരാനായിട്ട് ഒരു 30 സെക്കൻഡ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിയിലത്തെ പെട്ടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതാണ്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അയ്യോ, അളിഞ്ഞ ഫോട്ടോ ഇതെന്തിനാ എനിക്ക്? ഈ കിച്ചൻ്റെ സൈഡിൽ നിന്ന് ഈ വൃത്തികെട്ട ഫോട്ടോ അല്ലാതെ എനിക്ക് വേറൊരു സാധനം കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ വയറ് കട്ട് ചെയ്യണ സാധനം കിട്ടിയിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് നൈസിൽ ഡോറിൻ്റെ വയറ് നൈസിൽ കട്ട് ചെയ്തേക്കാം. ഓക്കെ, പൊക്കത്ത് അമ്മച്ചി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിനായിട്ട് അമ്മച്ചി വന്നിട്ടില്ല. അമ്മച്ചി വരാൻ ഇത്ര ടൈം കൂടെ എടുക്കും. സോ ഈ സാധനം വെച്ചിട്ട് നമുക്ക് ആ വയറ് കട്ട് ചെയ്തേക്കാം. ഡോറിൻ്റെ നമ്മൾ കാർ വഴിയാണ് എസ്കേപ്പ് ചെയ്യണമെങ്കിലും ആ കാറിൻ്റെ ഫുൾ പാർട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡോർ വഴി എസ്കേപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അവസാനം ഇത് കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട് കഴിച്ച് താഴത്തുനിന്ന്. പക്ഷേ ഇത് നമുക്ക് ആ അമ്മച്ചീൻ്റെ അടുക്കെ കൊണ്ടുവെക്കണം. നമ്മുടെ ഗ്രാനീൻ്റെ അമ്മുമ്മയാണെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളിക്കാരിനെ രക്ഷിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിനെ രക്ഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എനിക്കൊരു സ്പൈഡർ താക്കോല് തരും. എനിക്ക് ആ സ്ഥലത്തോട്ട് പോകുന്നത് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പണ്ടായി ഈ പൊക്കത്തുനിന്ന് റിമോട്ട് വർക്കാകത്തില്ല. നമുക്ക് താഴത്ത് പോയിട്ട് റിമോട്ട് പോയിട്ട് ഞെക്കാം. ഓ ശരി, ഗ്രാനി വന്നു. ഗ്രാനി കണ്ടി എൻ്റെ മോനെ, ഇപ്പോഴാണ് ഗ്രാനി വരുന്നത്. എത്ര നേരമായിട്ട് ഞാനിവിടെ നോക്കിയിരിക്കുന്നു. അപ്പോൾ ഗ്രാനീൻ്റെ അമ്മുമ്മ ഇവിടെ നിന്ന് ഇഴഞ്ഞു പോകുന്നുണ്ട്. ഇഴഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ താക്കോല് കിട്ടും. പക്ഷേ ഗ്രാനീനെ കാണുന്നില്ല. ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഗ്രാനീനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഞാൻ വെടിവെച്ചിടും. എവിടെയാണ് ഗ്രാനി? നിങ്ങളെ കാണാൻ പോലും ഇല്ലല്ലോ. യു കാണ്ട് സീ മീ ഗ്രാനി. അവർ മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഇവർ തന്നെ എവിടുന്ന് കാണാം? ദേ വരുന്ന കമ്പും കൊണ്ട്. പണിയില്ല, ഞാൻ പിടിച്ചോ. കുറെ നേരമായിട്ട് ഗ്രാനീൻ്റെ അമ്മുമ്മ എഴഞ്ഞു പോകുന്നുണ്ട്. അവസാനം എനിക്ക് ആ താക്കോല് തന്നിട്ടുണ്ട് ഗ്രാനീൻ്റെ അമ്മുമ്മ. താങ്ക് യു ഗ്രാനീൻ്റെ അമ്മുമ്മ. ഓക്കെ, നമുക്ക് ഇത് നേരെ പോയിട്ട് ആ അടിയിലത്തെ സീക്രട്ട് റൂമിൽ തുറക്കണം. അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെയും വേറെ ഒരു ഗ്രാനീൻ്റെ ചെറിയമ്മയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് അകത്തേക്ക് കയറണം. അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടും. പണ്ടാരെ പിടിക്കാൻ ഞാനിപ്പോൾ ചത്തുപോയെന്ന്. എന്തായാലും കാറിൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എങ്ങാണ്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ ഒരൊറ്റ ഐറ്റം എനിക്ക് കിട്ടിയിട്ടില്ല കാറിൻ്റെ. പക്ഷേ കാറിൻ്റെ വഴിയാണ് നമുക്ക് പോകേണ്ടത്. സോ ഈ സീക്രട്ട് വഴിയിലേക്ക് പോകണം. അവിടെ നമ്പർ 1 എഴുതി. ഒന്നാമത്തെ മനുഷ്യർ ഈ പണ്ടാര സ്ഥലത്തോട്ട് പോകാൻ തന്നെ പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം. എന്നതായാലും ഇതിൻ്റെ അകത്തോട്ട് കയറിയാലേ ബാക്കി കളി നടക്കത്തുള്ളൂ. കാരണം ഇതിനകത്ത് നിന്നൊക്കെ കാറിൻ്റെ പീസൊക്കെ കിടപ്പുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ കുനിഞ്ഞ് കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാറിൻ്റെ പീസ്, എൻജിൻ പീസ് കിട്ടി. ഈ മീറ്റിൻ്റെ പീസ് കൊണ്ട് എനിക്ക് തന്നെ ഉപകാരം. എനിക്ക് ഇതിൻ്റെ അകം തന്നെ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമുക്ക് ഈ സൈഡിലത്തെ ഡോറിൽ നിന്ന് താഴത്തിടാം ഈ മീറ്റ്. എന്നിട്ട് പിന്നെ ഒന്ന് എടുക്കാം. അറിയാം, താഴെയും വേണം. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ പോകാം ഗൈസ്. ആ 8 മുറിൻ്റെ വാതിക്കെ കൊണ്ടുപോയി ഇറച്ചിൻ്റെ പീസ്. മറ്റേ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസമുണ്ട്. പക്ഷെ ഞാൻ പണ്ട് കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാനീൻ്റെ ഈ സീക്രട്ട് റൂം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഈ ഇടക്ക് വന്നതെന്ന് തോന്നുന്നത്. ഇനി ഗ്രാനീനെ തപ്പണം. ദേ വരുന്നുണ്ട് കിളവി. എന്തായാലും പുള്ളിക്കാരി പൊക്കത്തൂടെ വരുന്നുണ്ട്. നമുക്ക് നൈസ് ക്ലച്ച് ചെയ്തിട്ട് നമുക്ക് ബാത്റൂം വഴി താഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, ഇങ്ങനെ വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നേരത്തെ ചെയ്തപ്പോൾ ഇങ്ങനെ വീണില്ല. പെട്ടെന്ന് ഒളിച്ചിരിക്കില്ല. ഗ്രാനി ഓടി വന്നിട്ട് എൻ്റെ തലമണ്ട അടിച്ചു പൊളി. കിളവി എന്തായാലും പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ സ്റ്റെപ്പിൻ്റെ പൊക്കത്ത് ടോപ്പ് സൈഡിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുപ്പുണ്ട്. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോക്കിൻ്റെ ആവശ്യമുണ്ട്. തോക്ക് ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, തോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തോക്ക് എടുത്തിട്ട് ആ സ്ക്രൂ ഡ്രൈവർ താഴെ ഇടണം. അഥവാ കാണാൻ അമ്മൂമ്മ അതിൻ്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. എന്തായാലും ആദ്യം തന്നെ അമ്മൂമ്മേനെ അടിച്ചിടാം. ഞാൻ ആ പെയിനൊക്കെ താഴെ ഇട്ടിട്ടുണ്ട്. വരട്ടെ അവർക്ക് ഹെഡ് ഷോട്ട് കൊടുക്കുക. അവരുടെ വിചാരപരാണെന്ന് മെയിനാണെന്ന്.
ബെൽറ്റിട്ടാണ് കൊണ്ടുവച്ചത്. പക്ഷേ ഞാൻ തലക്കിട്ടാണല്ലോ ഇവിടെ. എന്ത് പറയാനാണ്, ആ ട്രാപ്പും കൂടെ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ പൊക്കത്തുനിന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ, ഇനി ആ ഉണ്ടയും കൂടെ എടുത്തിട്ട് മാറുന്നു ശല്യം പിടിക്കണ കിട്ടി എട്. ഓക്കെ, ഇതിൻ്റെ സീനിലേക്ക് നമുക്ക് പൊക്കത്ത് കയറിയിട്ട് നൈസ് സ്ക്രൂ ഡ്രൈവർ എല്ലാം താഴ്ത്തിടാം. നിങ്ങൾക്ക് എൻ്റെ പെർഫെക്റ്റ് ഉണ്ടം കാണിച്ചു തരാം. ഓക്കെ, പെർഫെക്റ്റ് സാധനം. ഓക്കെ, താഴത്ത് കൊണ്ടോട്ട് ഇനി നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ സ്റ്റെപ്പിൻ്റെ ഇടയിലുള്ള ആ സ്ക്രൂസ് തുറക്കാം. ആകെ 2 സ്ക്രൂ തുറന്നാൽ മതി. പക്ഷെ അതിനകത്ത് നിന്ന് കിട്ടുന്ന സാധനം ഇത്തിരി ഉപകാരമുള്ള സാധനമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇല്ല പിന്നെ ഒന്നും കൂടെ നമുക്ക് ആ സീക്രട്ട് സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഒന്നാമത് എനിക്ക് അവിടെ പോകാനായിട്ട് തന്നെ പേടിയാണ്. ഇതിനകത്ത് ഇനി എന്നാ കിട്ടണമെന്ന് നോക്കട്ടെ. ഓക്കെ, കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ടോ വെച്ചാൽ മതി. കാറിൻ്റെ കീ കിട്ടിയായിരുന്നു. ബാറ്ററിയും എനിക്ക് കിട്ടിയായിരുന്നു. ഇനി എൻജിൻ കിട്ടാനുണ്ട്, റെഞ്ച് കിട്ടാനുണ്ട്, പിന്നെ നമ്മുടെ ആ കതക് ഓർക്കാനായിട്ടുള്ള പാഡൽ ലോക്ക് കീയും. പിന്നെ എന്തായാലും ഈ വണ്ടിയുടെ പുറകിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് വലിയ കുഴപ്പമില്ല, കാക്കയുടെ ഇതല്ലേ. പക്ഷേ എൻ്റെ കയ്യിൽ തോക്കുണ്ട്. എനിക്ക് ആ കാക്കേനെ വെടിവെച്ചായാലും സാധനം എടുക്കാം. എന്തായാലും പാവം കാക്ക, തീറ്റയെങ്കിൽ തീറ്റ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം കഴിച്ചത്. നമുക്ക് തീറ്റ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഗ്രാനി വരാനായിട്ട് സമയമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഇറച്ചി പീസിൽ തട്ടിയുണ്ട്. ഇപ്പം സൗണ്ട് കേട്ടോണ്ട് അമ്മച്ചി വരും. എന്തായാലും ഈ കാക്കയ്ക്ക് തീറ്റ കൊടുത്തിട്ട് ആ താക്കോൽ എന്നാന്ന് നോക്കാം. മാസ്റ്റർ കീ എന്തിനായിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യണത് എന്തായാലും നമുക്ക് അറിയത്തില്ല ഇതുകൊണ്ട് എന്തോ ഉപകാരമെന്ന്. നമുക്കിത് കൊണ്ടുപോയി വാതിക്കേ ഇടാം. എനിക്കൊന്ന് ഇനി ഇവിടെ ഞാൻ ദാണ്ട് അമ്മച്ചി ആ ടൈമിങ്ങിൽ തന്നെ വന്ന്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി ഇവർ താഴെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയി വാതിക്കും. ഗൈസ്, ഇത് വാതിക്കിടാൻ പോയപ്പോഴേ ഞാൻ ആലോചിച്ചു, ഇത് നമ്മുടെ മെയിൻ ഗേറ്റിലെ സാധനമാണ് ഗൈസ്. ഗേറ്റിൽ കാറിന് സാധനമൊക്കെ കിട്ടും. ഗേറ്റിലെ ലോക്കും കണ്ടൊക്കെയാണ്. ഇതെന്തായാലും ഇവിടെ കണ്ടൊക്കെ യൂസ് ചെയ്യാൻ. ഇവിടെയാണ് പാഡ് ലോക്ക് ചെയ്യാണ്. എന്തായാലും ഇത് ഇവിടെ കണ്ടൊക്കെ യൂസ് ചെയ്യണം, അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും അമ്മച്ചി പൊക്കത്തുനിന്ന് വരും. ഈ ക്രൂരത എന്നെ കൊണ്ട് വീണ്ടും ചെയ്യിക്കും അമ്മ. എന്നാ വാ, നമുക്ക് ഒന്നും കൂടെ ഏറ്റുമുട്ടാം. അമ്മച്ചി വാ, എന്നാ പിടിച്ചോ ഷോട്ട്. ആ കിട്ടി ഓർമ്മ. മയങ്ങി വീഴവിടെ കാണാം. നമുക്കൊന്നും കൂടെ പോയി ആ സ്ക്രൂ ഡ്രൈവർ എടുക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ എടുക്കണം. ഞാൻ ആ വാതിക്കൽ ചെയിൻ കട്ടർ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുപോയിട്ട് ആ സ്പൈഡറുടെ സ്ഥലത്ത് കൊണ്ടുവരണം. കാരണം ഇത് രണ്ടിൻ്റെ ആവശ്യം അവിടെയുണ്ട്. ഞാനത് പറഞ്ഞുതരാം. അവിടെ ഒരു പെട്ടി നമുക്ക് തുറക്കണം. അതേപോലെ തന്നെ ഈ ചെയിൻ കട്ടർ നമുക്കിനി ഇവിടെ യൂസ് ഇല്ല, ഇനി അവിടെ യൂസ് ഉള്ളൂ. അവിടെ ഒരു എസ്കേപ്പ് ഉണ്ട്. എനിക്ക് പക്ഷേ ആ എസ്കേപ്പിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നതായാലും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോവാം. എന്നാൽ പിന്നെ ആ കിണറിൻ്റെ അകത്തിരിക്കണ ആ ബക്കറ്റിൻ്റെ അകത്ത് എന്നാന്നും കൂടെ നോക്കാം. ഇതിനകത്തും കാണാം നമുക്ക് കാറിൻ്റെ എന്തെങ്കിലും പീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജിങ്കാലാലെന്ന് നമുക്ക് പറയാം. പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ കാറിൻ്റെ ഇത്തിരി സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാവുന്നേ ഉള്ളൂ, വലിയ സീൻ. ഇനി നമുക്ക് കാറിൻ്റെ എസ്കേപ്പിന് വേണ്ടത് ഒരു വ്രെഞ്ച് വേണം, എൻജിൻ പാർട്ട് വേണം. ഇതിനകത്ത് കിട്ടും ഹാമർ ഗൈസ്. ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് ഹാമർ. നമുക്ക് കാറിൻ്റെ സാധനം കിട്ടില്ലെങ്കിലും സീനില്ല. കുറേ മുറികൾ നമുക്ക് ഇത് വെച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മുറികൾ പോയി തുറക്കാം. ആദ്യത്തെ മുറിയാണ് ഈ ഇറച്ചി തൂങ്ങിക്കിടക്കണ മുറീൻ്റെ ഇപ്പുറമുള്ള ഈ തടീൻ്റെ മുറി. ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ മിക്കവാറും നല്ല ഉപകാരമുള്ള സാധനം കിട്ടേണ്ടതാണ്. എനിക്കിനി കാർ വഴി പോകാനായിട്ട് എനിക്ക് 2 സാധനങ്ങൾ മാത്രം മതി. ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. ഷിറ്റ്, ഇതാ മറ്റേ സ്പൈഡറിൻ്റെ മുറിയിലുള്ള താക്കോലാണ്. പണ്ടരം പിടിക്കാൻ പിന്നെ ചുറ്റി താഴെ ഇട്ടുകൊണ്ട് ഇപ്പോൾ അമ്മുമ്മ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. വണ്ടി ഓടാനായിട്ടുള്ള പെട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള വേണ്ട സാധനങ്ങൾ പാഡിലൊക്കെ കീ വേണം, കതക് ഓർക്കാം. പിന്നെ എനിക്ക് ഒന്ന് ഫ്യൂസ് വേണം. ആ ഫ്യൂസ് എനിക്ക് ഇതിലായിട്ടും കിട്ടിയിട്ടില്ല. ഫ്യൂസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വഴി എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഗേറ്റിൻ്റെ ആവശ്യം എന്നതായാലും കുറച്ച് സ്ഥലം കൂടെ നമുക്ക് തപ്പാനുണ്ട്. ഇപ്പോൾ കയ്യിലുള്ള ഫ്യൂസ് എന്തായാലും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ആ സ്പൈഡറിൻ്റെ അടുക്കൽ പോകണം. പിന്നെ ഞാൻ ആ ഇറച്ചി അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെയും കൂടെ പോയിട്ട് വരാം. സ്പൈഡറിൻ്റെ മുറിയിൽ എങ്ങനെയൊക്കെ അമ്മച്ചി കാണാതെ ഞാൻ പൊക്കത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്പൈഡറിൻ്റെ കീയും കൂടെ അവിടെ ഫിറ്റാക്കി ഈ സാധനം തള്ളിയിടാം. കാരണം എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കര കലിപ്പകായി. സ്പൈഡറിൻ്റെ സാധനം തുറന്നിട്ട് ഇപ്പോൾ അത് തള്ളിയിട്ടുകൊണ്ട് ഇപ്പോൾ ഗ്രാനി ഇതിൻ്റെ പൊക്കത്തേക്ക് വരും. അത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ, ഗ്രാനിൻ്റെ പൊക്കത്ത് വരുത്തുക. കാരണം ഇതിൻ്റെ ഏറ്റവും താഴത്ത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഡോറിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ തോക്ക് കിടപ്പുണ്ട്. സോ നമുക്ക് ആ തോക്ക് എടുത്തിട്ട് ഗ്രാനിനെ അങ്ങോട്ട് വെടിവെച്ചിടാം. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തിന് സ്പൈഡറിൻ്റെ മുറി കയറിയിട്ട് എന്നതാണോ സാധനം ഉള്ളത് അതും എടുത്തുകൊണ്ട് ഓടിപ്പോരാം. ഗ്രാനി വരുന്നുണ്ടോ നോക്കട്ടെ. ഈ അമ്മച്ചി എന്താണ് ഇത്ര നേരം വരാനായിട്ട് സമയം എടുക്കണം? എവിടെ പോയി കിടക്കുകയാണ്? ഇതേ വന്ന് ഇനി നമുക്ക് നേരെ താഴത്തോട്ട് പോയിട്ട് നേരെ വീണെടുക്കാം. പണ്ടായത് മറിഞ്ഞു വീഴേണ്ട എന്തിനാ കഴിച്ചു? നിങ്ങളൊരു കമൻറ്റിൽ ഒരു കാര്യം പറയുക, നമ്മളെപ്പോഴും താഴെ വീഴുമ്പോഴേ അങ്ങനെ മറിഞ്ഞടിച്ച് വീഴുകയാണ് ചെയ്യണത്. അത്
എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എന്നതായാലും നമുക്ക് ആ തോക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ചുറ്റിക എടുത്തിട്ട് വരാം. കാരണം നമ്മൾ ആ ചുറ്റിക പൊക്കത്തോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാമോ ചുറ്റിക ഞാൻ എവിടെയാണ് വെച്ചിരിക്കണം? ഓക്കെ, ആ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ ചുറ്റിക എടുത്തേക്കാം, എന്നിട്ട് പൊക്കത്തേക്ക് കൊണ്ടുപോകണം. കാരണം നമുക്ക് പൊക്കത്തെ സൈഡും കൂടെ തുറക്കണം. അതിന് മുമ്പ് പൊക്കത്തേക്ക് പോകുന്നതിന് നമുക്ക് ഗണ്ണെടുക്കണം. ആ ഗണ്ണെടുത്തിട്ട് അമ്മൂമ്മേനെ നമുക്ക് മയക്കി വീഴ്ത്താം. മയക്കി വീഴ്ത്തി കഴിഞ്ഞിട്ട് നമുക്ക് പൊക്കത്ത് പോയിട്ട് സ്പൈഡറിൻ്റെ സ്ഥലവും സ്ലെൻഡറിൻ്റെ സ്ഥലവും ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വയർ കട്ട് ചെയ്യേണ്ട സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വലിയ അമ്മൂമ്മേനെ വിളിക്കാം. ഫുള്ള് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അമ്മൂമ്മേനെ വിളിച്ചിട്ട് ഞാനിവിടെ തോക്കെടുത്ത് നിൽപ്പുണ്ട്. പക്ഷേ എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഈ കിളവിന് താഴത്ത് വല്ല ഒളിച്ചിരിപ്പുണ്ട്. ഇവരെനിക്കിട്ട് ബാറ്റ് വെച്ച് കറക്കുക. ഇല്ല അതെ പൊക്കത്തൊന്നും വരും. ഹലോ മാം, വാട്സാപ്പ് എന്നാ വിളിച്ചു. ഓക്കെ, കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്കുള്ള. എന്നാലും ചുറ്റിക്ക് എടുത്തിട്ട് പെട്ടെന്ന് പൊക്കത്തേക്ക് പോവാം. അമ്മച്ചി വരുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ലെൻഡറിൻ്റെ സ്ഥലം ആദ്യം എടുക്കാം. ഈ ചുറ്റിക പണ്ടാരം താഴെയും വീണു. ഓക്കെ, സീനില്ല. ഈ ഭാഗത്തോട്ട് കയറി ഇതിനകത്തേക്ക് എക്സോസിൻ്റെ സ്ഥലത്ത് വല്ല ഇരിപ്പുണ്ടെന്ന് നോക്കാം. ഓക്കെ, വെഞ്ച് ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി കട്ടറൊക്കെ എടുത്തോണ്ട് വരണം കഴിച്ചു. ഓക്കെ, കട്ടർ എടുത്തോണ്ട് വന്നു. നമ്മളെ വയർ കട്ടറിങ്ങൊക്കെ എടുത്തോണ്ട് വന്നെ. ഇതെന്തായാലും അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് അമ്മൂമ്മേൻ്റെ ഫ്ലാസ്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് സൈഡിൽ ഇരിക്കണ എടുത്ത് താഴ്ത്തിടാം. കാരണം അമ്മൂമ്മ അത് കേട്ട് അഥവാ ഉണ്ടെങ്കിൽ താഴത്തേക്ക് പോയിക്കോളും. നമ്മുടെ പൊക്കത്ത് ശല്യം ചെയ്യാൻ പറ്റില്ല. ആ സമയം കൊണ്ട് സ്ലെൻഡറിനെ വിളിച്ചു വരുത്താം. കാരണം ഈ പാവ എടുത്ത് കഴിയുമ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് കലി ഇളകും. ഓക്കെ, കുരു പൊട്ടിക്കളയും. അപ്പോൾ ഈ പലകയാണ് പതിയെ വീഴുന്നത്. സീനില്ല, നമുക്ക് എന്തായാലും അതെടുത്ത് ഇടാം. ഓക്കെ, ഈ സിലിണ്ടറിനൊക്കെ കൊടുത്തപ്പം ഇതിനകത്ത് വല്ലതും കിട്ടുമോ? പിന്നെ ഗൈസ് കട്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പോൾ താഴത്ത് വേറെ തന്നെ. ഇത് കൊണ്ടുപോയി നമുക്ക് താഴത്ത് ഇട്ടേക്കാം. ഷിറ്റ് ഗൈസ്, ഞാൻ അതെന്തിനാ എടുത്ത് താഴത്തിട്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി അത് രണ്ടാമത് പോയി എടുക്കണം. കാരണം അത് നമുക്ക് ആ മറ്റേ എക്സോസ്റ്റിൽ ഫിറ്റ് ചെയ്യേണ്ട സാധനമായിരുന്നു ഗൈസ്. ഇനി അമ്മച്ചിനെ ഇങ്ങോട്ട് വിളിക്കണം. സിലിണ്ടറിനെ ആണെങ്കിൽ അവിടെ വന്ന് നിൽപ്പുണ്ട്. സിലിണ്ടറിനെ വല്ലതും തരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. എന്നാലും നമുക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അമ്മൂമ്മേനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. നമുക്ക് എന്തായാലും താഴത്ത് പോയിട്ട് കട്ടർ എടുക്കണം. കട്ടർ എടുത്തിട്ട് ഈ എക്സോസ്റ്റിൻ്റെ ഫാൻ കളയണം. അതുപോലെ തന്നെ അത് അമ്മൂമ്മ വരുന്നുണ്ട്. ഓക്കെ, ഹലോ അമ്മൂമ്മയെ കാണാൻ പോയില്ലേ? ഓക്കെ, അമ്മ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വന്ന്. ഇതാരുടെ അമ്മൂമ്മയ്ക്ക് ഇപ്പുറം വഴി പാലം വഴി വരാൻ പേടിയാണ്. അത് കാരണം ഇപ്പുറത്തെ കഥക് വഴി വരത്തുള്ളൂ. നമുക്ക് അങ്ങനെ ക്ലച്ച് ചെയ്ത് പോയി അളിഞ്ഞ പാവ. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആ മൊണ്ണിന് ഇഷ്ടമല്ലെന്ന്. ഒരു ദിവസം അങ്ങനെ ചുമ്മാ പോയി കിട്ടി. ഒന്നാമതെ കർമ്മ അടിച്ചത് ഗൈസ്. പാവനെ തള്ളിയിടണ്ടായിരുന്നു. എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായി. ഒരു ദിവസവും പോയി കിട്ടി. ഇത് കിളവിയും വരുന്നു. എന്നൊക്കെ തോക്കെടുത്തിട്ട് ഈ ബുള്ളറ്റ് എവിടെ പണ്ടാരം കിടക്കണമെന്നൊരു പിടി. അതാ അറ്റത്ത് അമ്മുമ്മയുടെ അപ്പുറം. അമ്മുമ്മ, ഈ ദുഷ്ടപ്രവൃത്തി എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ? എന്തായാലും സീനില്ല ഗൈസ്, നമുക്ക് കറക്കിക്കൊണ്ടും വരാം അമ്മുമ്മേനെ. ഇവരെന്താണ് ഇത്ര പാവം? എനിക്ക് പാവോ ഇവര് പാവത്തിൻ്റെ കാര്യം. ഇവരെന്താ ഇത്ര പതിയെന്നതിന് ഉദ്ദേശം? പാവത്തിൻ്റെ കാര്യമില്ല. ഇത്ര ദിവസം എന്നെ പട്ടിണിക്കെടുത്ത് ഈ വീട്ടിൽ പെടുത്തി വെച്ചിരിക്കുന്നത്. ഇവർക്കിട്ടുള്ള പണിയാണ് ഈ പണ്ടത്തെ ഓർമ്മ വരുന്നു ഗൈസ്. അതാണ് എൻ്റെ മോട്ടിവേഷൻ. എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. ഈ കിളവിക്കിട്ട് പറ്റാവുന്നത്ര വെടിയുണ്ട ഞാൻ ഇന്നാ പിടിച്ചു. നമ്മളോട് കളിക്കുന്നെടുക്കുക. ആ ചുറ്റിക എടുത്തിട്ട് പലക എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ ഫോട്ടോ എടുത്ത് ഫുള്ള് ഫിറ്റാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടെ ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടും. അതെന്തൊരു പരിപാടി? ആ പാവകറിഞ്ഞ് താഴെ വീണത് അത് സമ്മതിക്കാൻ പറ്റിയല്ല ഗൈസ്. അതെങ്ങനെ സമ്മതിക്കും? അങ്ങനെ ഞാനിപ്പം 2 ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഫോട്ടോസും കൂടെ കിട്ടിയാൽ മതി. എന്നതായാലും നമുക്കത് പിന്നെയും കാണാൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഈ കട്ടർ എടുത്തിട്ട് ആ ഹോളിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. കാരണം നമുക്ക് ആ 8 കാലിൻ്റെ സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. സോ ഈ കട്ടറിൻ്റെ ആവശ്യം വരും. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ എന്തായാലും കാറ് വഴി പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വാതുക്കെ കഥക് വഴി പോകും. ദെയർ ഇസ് നോട്ട് എ പ്രോബ്ലം. എന്തായാലും അടിയിൽ കൂടെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊരു പിടിയില്ല. കാരണം അടിയിൽ ഞാൻ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടില്ല. ഗണ്ണെല്ലാം എടുത്ത് സെറ്റാക്കി. ഗണ്ണ് വേണ്ട ഗണ്ണ് താഴ്ത്തിട്ടേക്കാൻ കഴിച്ചു. നമുക്ക് ഈ താക്കോലും കൊണ്ട് ഏറ്റവും അടിയിൽ പോകാം. കാരണം കാറിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഈ താക്കോൽ യൂസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്, മറ്റേ കഥക് തുറക്കാനായിട്ട്. പക്ഷെ അവിടെ വേണ്ടത് പാഡ് ലോക്ക് ചെയ്യുക. പിന്നെ ഇത് എന്തിൻ്റെ കീ ആണ്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നത്. ഓക്കെ, നമുക്കിവിടെ യൂസ് ആകുന്നില്ല ഗൈസ്. ഓക്കെ, ഇവിടെ പാഡ് ലോക്ക് കീ ആണ് വേണ്ടത്. ഇത് മാസ്റ്റർ കീ ആണ്. നമുക്ക് എന്തായാലും ബാക്കി സാധനം വെക്കാം. ബാറ്ററി എടുത്ത് വെക്കാം. ബാറ്ററി ഇവിടെ ചുമ്മാതെ കിടക്കുകയാണ്. ആവശ്യമുള്ളതെല്ലാം കൂടെ ഫിറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. കാറിൻ്റെ കീ കിട്ടി, ഫ്യൂസ് കിട്ടിയിട്ടില്ല, എൻജിൻ കിട്ടിയിട്ടില്ല, റെഞ്ച് കിട്ടിയിട്ടില്ല. ഇതെന്നതാ? എന്നിട്ട് കാറിൽ എസ്കേപ്പ് ചെയ്യുന്നു. എന്നതാണെന്നുണ്ടെങ്കിൽ ഈ തോക്ക് കൊടുത്തിട്ട് നമുക്ക് നേരെ ആ 8 കാലിൻ്റെ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. ഞാൻ താഴത്തേക്കിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടി ഞാൻ അവിടെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ അഥവാ അവിടുന്ന് എന്തേലും എൻജിൻ പാർട്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടത് ഗൈസ്. കാരണം അവിടെ സാധാരണ കാണണ്ടേ. ഇത് ആരുവാണെങ്കിൽ താഴെ ഓക്കെ വിട്ടിട്ടുണ്ട്. ബാക്കി
ഓക്കെ റെഞ്ച് റെഞ്ച് ഇതിൻ്റെ മൂലക്കൊക്കെ ആദ്യമായിട്ട് ഇതിൻ്റെ മൂലക്കൊന്ന് എനിക്ക് റെഞ്ച് കിട്ടുന്നത്. റെഞ്ച് താഴ്ത്തിട്ടേക്കാം, റെഞ്ചിൻ്റെ ഉപകാരം എല്ലാം വരും. ഓക്കെ ഇവിടെ 1-ാം നമ്പർ. ഓക്കെ അവിടെ ഏതോ ഒരു പെട്ടിയുണ്ട് ഗൈസ്. നമ്മൾ നമ്പർ തെറ്റിയും കാണാം. പെട്ടി തുറന്നു കഴിഞ്ഞാൽ ആ പെട്ടി പൊട്ടിത്തെറിക്കും. ഓക്കെ നമ്മൾ കറക്റ്റ് പെട്ടി തുറന്നു കഴിഞ്ഞാൽ വലിയ സീനില്ല. അപ്പോൾ ഈ 1-ാം നമ്പറിൻ്റെ അർത്ഥം അതായിരിക്കും. ഓക്കെ നമുക്ക് തോക്ക് ഇവിടെ ഇട്ടേക്കാം. ഇതിനകത്ത് റെഞ്ച് കൊണ്ട് ഇട്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. റെഞ്ച് ഞാൻ കൊണ്ടുപോയി കാറിന് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ആ അമ്മുമ്മക്കിട്ട് വെടിവെക്കാം. അതിന് നമുക്ക് ഇവിടെ ആരും ഇല്ലെങ്കിൽ പെട്ടെന്ന് കയറി അപ്പുറത്തേക്ക് പോവാം. അമ്മുമ്മ വരികയാണെങ്കിൽ മാത്രം വെടിവെക്കില്ല, പിന്നെ നമുക്കിട്ട് പണിയാവും. ഈ വെടി ഏറ്റില്ലെങ്കിൽ പിന്നെ അതടുത്ത പണിയാവും. ഓടിക്കോ. ഓക്കെ ഇത് മതി മോനാ. ഇവിടെ കയറി ഇതിനകത്ത് തന്നെ കിട്ടുമെന്നൊരു പിടിയുമില്ല. വണ്ടിയുടെ വല്ല പീസും കിട്ടിയാൽ മതി. ഇത് തന്നെ പ്ലേ ഹൗസ് കീയാവും. ഇതും കൊണ്ട് എന്ത് ഉപകാരമുള്ളത് എനിക്കറിയത്തില്ല കൈസ്. എന്തായാലും ഇത് നമുക്ക് പുറത്തേക്ക് ഇട്ടേക്കാം. നമ്മളെ തോക്കെല്ലാം റെഡിയാക്കി വയ്ക്കുക. അമ്മുമ്മ കാണാൻ വന്നു കഴിഞ്ഞാൽ സാധനം തീർക്കാം. അമ്മുമ്മയല്ല അത് വേറെ ഏതാണ്ട് ജീവിയാണ് തലഫിറ്റാക്കി. എന്തായാലും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനിട്ട് വെടിവെക്കാം. ഈ പ്ലേ ഹൗസ് കീ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് എന്തായാലും പറ്റുവാണെന്നുണ്ടെങ്കിൽ അമ്മുമ്മേനെ മയക്കിട്ട് നമുക്ക് ഈ ഇവിടെ ഉള്ള ഭാഗം ഫുള്ള് നമുക്ക് തപ്പാം. എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ സാധനം വെച്ച് വെടി വെക്കുകയാണെങ്കിൽ അമ്മുമ്മക്കിട്ട് നമുക്ക് പണി കൊടുക്കാൻ പറ്റും. പക്ഷേ അമ്മുമ്മേനാണെങ്കിൽ കാണാനും ഇല്ല. പണ്ടാരം എവിടെ പോയിരിക്കുകയാണെന്ന് അറിയില്ല. പുറത്തേ വന്ന് മോനെ കണ്ട് പണ്ടാരം പടി ഞാൻ തലക്കിട്ടല്ലേ അത് കൊടുത്തത്. എനിക്കൊന്ന് ബഗ്ഗടിച്ച് ഫിത്തിക്കിട്ട് കാണാൻ ഇടിച്ചെന്ന് തോന്നുന്നു. നൈസിൽ അമ്മുമ്മ പോയിട്ട് നമുക്ക് ഒന്നും കൂടെ വെടിവെച്ച് നോക്കാം നൈസ്. ഓക്കെ പോട്ടെ. അപ്പോൾ അധികം നൈസിൽ പോയിട്ട് നമുക്ക് ആ ബുള്ളറ്റ് എടുക്കാം. ഇറങ്ങാതെ തന്നെ ബുള്ളറ്റ് എടുക്കാം. കാരണം ഇവിടെ കാണാൻ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈഫ് ചുമ്മാ പോകത്തേ ഉള്ളൂ. ഒറ്റ ദിവസം ചുമ്മാ ഡമ്മി കാരണം തന്നെ ചത്തു. ഇത് അമ്മുമ്മ അവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്ക് ഒരു ഇത് കൊടുക്കാം. കൊണ്ടില്ല ഗൈസ്, ഒരു ഉപകാരമില്ല. തോക്കൊക്കെ ഇവിടെ എടുത്ത് കളയാം. ഒരു ഉപകാരമില്ല ഗൈസ്. എന്ത് പറയാനാണ്, ഞാനോട് ആ തോക്കെങ്കിലും കൊണ്ട് ഇതിനെ മയക്കിയിട്ട് ഈ അകം ഫുള്ള് തപ്പാന്ന്. ഇനി എങ്ങനെ തപ്പും ഗൈസ്? ഒന്നാമത് എനിക്ക് ഈ സ്ഥലം പേടിയാണ് ഈ സാധനം ഉള്ളതുകൊണ്ട്. കിളവിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ. അവരാണെങ്കിൽ എന്നെ വിടുമെന്ന ഒരു ധാരണയില്ല. പൊക്കത്തോട്ട് അതെ വന്ന് എന്നെ കണ്ടിട്ടില്ല കൈസ്. കുറേ നേരമായിട്ട് എന്നെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓടാൻ കൈസ്. പൊക്കത്തേക്ക് കിളവി പോയിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മുടെ ആ സൈഡിൽ ഞാൻ ആ സ്ക്രൂ ഡ്രൈവറും സാധനം ഇട്ടിട്ടുണ്ട്, പ്ലെയറും. നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അങ്ങോട്ട് ഓടിക്കളയാം. കിട്ടുന്നില്ല കൊണ്ട് കിട്ടി. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അവിടുത്തെ ആ ഒരു സീക്രട്ട് പ്ലേസ്. ഞാൻ ഈ വഴിയിലേക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് വഴി മാറിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ കണ്ടൊക്കെ വേറൊരു എസ്കേപ്പ് ഉള്ളു. ആ നേരെ കാണുന്ന ഡ്രമ്മാണ്. താഴത്തൊരു ആ സ്ക്രൂ ഇരണ സാധനവും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഏതാണ്ട് സാധനം കിട്ടേണ്ടതാണ്. കാറിൻ്റെ എന്തെങ്കിലും പീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരുന്നു. എന്തായാലും ആ എട്ടുകാലിൻ്റെ തലയുള്ള അമ്മുമ്മ എന്തായാലും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വരാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെ അകത്തേക്ക് അവർക്ക് കയറാൻ പറ്റിയില്ല. ഇതിനകത്ത് തന്നെ കിട്ടുന്നത്. ഓക്കെ സേഫ് കീ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ വൈഡായിട്ട് കാണിച്ചു തരാം ഇതിനകത്ത് എന്നൊക്കെ യൂസ് ചെയ്യണത്. ഇതിനകത്ത് റസ്റ്റ് ആൻഡ് പെഡ്ലോക്ക് കീ വേണം. പിന്നെ ചെയിൻ കട്ടറിൻ്റെ ആവശ്യമുണ്ട്. ചെയിൻ കട്ടറിന് ഞാനിവിടെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഇനി നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകണമെങ്കിൽ ഈ വഴി പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എട്ടുകാലിയെ അമ്മുമ്മ വരുന്നുണ്ട്. ഓക്കെ സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പറാണോ അപ്പറാണോ വരുന്നത്? ഇപ്പറാണ്. ഓക്കെ ഇവിടുന്ന് കണ്ട് അപ്പുറേന്ന് കറങ്ങി വരും. ഇത് എന്നതാണ് എവിടെ? ഓക്കെ ഇവിടെ ഇതുവഴിയാണ് കറങ്ങി വരാൻ പോകുന്നത്. ആദ്യം വന്ന് നമുക്കെന്നാൽ ഇപ്പറ വഴി നൈസിൽ ഓടിപ്പോയി പെട്ടെന്ന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, ഞാനൊരു ഇടയിൽ ഒളിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ പാർട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ നേരെ കാണുന്നത് എലിവേറ്ററാണ് ഗൈസ്. ഓക്കെ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ പൊക്കത്ത് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ പെട്ടി, ആ 1-ാം നമ്പറിന്ന് എഴുതിയിരുന്ന പെട്ടി അതിൻ്റെ പൊക്കത്തായിരിക്കണം. അത് ആ അമ്മൂമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നൈസിൽ എന്നെ കാണുകയാണെങ്കിൽ അത് അപ്പുറം വഴി കറങ്ങിയേ വരത്തുള്ളൂ. ഓക്കെ നമുക്ക് നൈസിൽ പുള്ളിക്കാരിനെ ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവരണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ നേരം സമയം പോകും. ഇപ്പം നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്. എൻജിൻ്റെ പാർട്ട് ഇതിൻ്റെ പൊക്കത്ത് കിടപ്പുണ്ട്. വലിയ സീനില്ല. നമുക്കിനി ആ അമ്മൂമ്മേനെ ഓടിച്ച് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. ഓക്കെ അമ്മൂമ്മ വരുന്നുണ്ട്. നമുക്ക് നൈസിൽ ഇവിടുന്ന് ഇറങ്ങാൻ കഴിച്ചു. ഓക്കെ ഒറ്റ ഓട്ടം നൈസിൽ പോയിട്ട് സേഫ് കീ എടുത്ത് ഇതിൻ്റെ അത് വെക്കണം. വഴി മനസ്സിലാകുന്നില്ല. ഓക്കെ കിട്ടി. കറക്റ്റ് ടൈമിങ്ങിന് നമ്മളിവിടെ എത്തി. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് നമ്മുടെ സേഫ് കീൻ്റെ ലോക്കർ ഇരിക്കുന്നത്. സോ നമുക്ക് നൈസിൽ ഇറങ്ങാം. ഗ്രാനി വരുമോ എന്നറിയത്തില്ല. അമ്മച്ചി വരികയാണെങ്കിലും വലിയ സീനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്. ഒരു മയക്ക് വെടി വെച്ചിട്ട് നൈസിൽ രണ്ടാമത് തിരിച്ചിറങ്ങാം. തൊട്ടപ്പുറത്താണ് സാധനം ഇരിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് വല്ല കാറിൻ്റെ പാർട്ട് കിട്ടിയാൽ അത് അത്ര ഉപകാരം. താക്കോല് കിട്ടിയാലാണ് ദാണ്ട് വുഡൻ സ്റ്റിക്ക് കിട്ടി. ഇത് എവിടത്തേക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അമ്മൂമ്മയുടെ തലയുള്ള എട്ടുകാലിൻ്റെ അവിടെ എസ്കേപ്പ് ആകണതിന് വേണ്ടിയുള്ളതാണ് ഈ വുഡൻ സ്റ്റിക്ക്. എനിക്ക് കുറച്ച് നാളത്തേക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ കളിച്ച് വന്നപ്പോഴാണ് ഇതിൻ്റെ ഉപകാരം മനസ്സിലായത്. അമ്മൂമ്മ വരുന്നുണ്ട്. പുള്ളിക്കാരിനെ ക്ലച്ച് ചെയ്തിട്ട് നൈസിൽ ഇതും കൊണ്ട് അവിടെ പോവാം. അവസാനം ഇതും കൊണ്ട് ഞാൻ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴത്ത് കട്ടർ ഇരിപ്പുണ്ട്. കട്ടറിൻ്റെ ഉപകാരവും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ടറും വുഡൻ സ്റ്റിക്കും കൂടെ
ആ എസ്കേപ്പ് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിലേക്ക് കൊണ്ടുപോകണം. പിന്നെ റെസ്റ്റൻ കീയും കൂടെ വേണം. അമ്മുമ്മ തൊട്ടപ്പുറത്തിരിപ്പുണ്ടേ, ഒളിഞ്ഞിരിക്കണില്ലേ. അമ്മുമ്മ നൈസിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അമ്മുമ്മ നൈസിൽ പോയിട്ടുണ്ട്. നമുക്ക് നൈസിൽ പതിയനെ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് ആ പ്ലേ ഹൗസ് കീയും കൂടെ എടുക്കാം. അതിൻ്റെ ആവശ്യം എന്നാന്ന് എനിക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ട് എവിടെയും കാണിച്ചിട്ടില്ല പ്ലേ ഹൗസിൻ്റെ. ഓക്കെ, അതെടുത്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ എന്നതാണ് കിട്ടണമെന്ന് നോക്കട്ടെ. ഇതിൻ്റെ ഉപകാരം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. പ്ലേ ഹൗസ് കീഴിൻ്റെ ഒരു ഉപകാരവും ഇല്ല. നേരെ താഴത്തേക്ക് പുറത്തേക്ക് ഇട്ടേക്ക് ഒരു ഉപകാരവും ഇല്ല. ഇതിനെ കൊണ്ട് കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ തന്നെ പെട്ട് കിടക്കുകയാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് എന്നതായാലും ഇറങ്ങണം. ആ വുഡൻ സ്റ്റിക്ക് എടുക്കണം. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അവിടെ വെക്കണം. പക്ഷേ എട്ടുകാലി അമ്മുമ്മ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ തിരിച്ച് ഇറങ്ങി ഇവിടെ വരെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വുഡൻ സ്റ്റിക്കിന് മുമ്പ് ഞാൻ ഓർക്കണ ചെയിൻ കട്ടർ വെച്ച് നേരെ പോയിട്ട് ചെയിൻ കട്ട് ചെയ്തിട്ട് വരാം. ഈ വുഡൻ സ്റ്റിക്ക് ഞാൻ ഇതിലായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അത് പെർഫെക്റ്റ്ലി അവിടെ തന്നെ ആവശ്യമുള്ളതാണോ എന്ന് അറിയത്തില്ല. അത് കാരണം റിസ്ക് എടുക്കാനാണെങ്കിൽ ചെയിൻ കട്ടറുമായിട്ട് എടുത്തുകൊണ്ടും പോയിട്ട് നേരെ പോയിട്ട് നമുക്ക് ആ സ്ഥലം പോയി കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അമ്മുമ്മ അടുത്തെങ്ങും ഇല്ലെന്ന് തോന്നുന്നു. നൈസിൽ ചെയിൻ കട്ടർ എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് ചെയിൻ കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ, ഇവിടെ എങ്ങും ഒറ്റ മനുഷ്യനെ കാണാനില്ല, ഒന്നും നോക്കാനില്ല. ഒരൊറ്റ ഓട്ടത്തിൽ നേരെ അങ്ങോട്ട് ഓടുക. ഓക്കെ ഓക്കെ, വിട്ടോ വിട്ടോ മോനെ, വഴി എവിടെ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് അമ്മുമ്മ ഇപ്പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ഞാൻ രക്ഷപ്പെട്ട് കഴിച്ചു. ടൈമിങ് അമ്മുമ്മ വേറെ സൈഡിലേക്ക് പോയി. ഇത് വെച്ച് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഈ എന്തോ കൈൻഡ് ഓഫ് ലിവറാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഈ താക്കോലാണ് നമുക്ക് വേണ്ടത്. റസ്റ്റഡ് പെഡിലോക്ക് കീ ഗൈസ്. സ്ലെൻഡറിൻ്റെ സ്ഥലത്ത് നമ്മളൊരു സാധനം എടുക്കാൻ വിട്ടുപോയി ഗൈസ്. വീൽ ക്രാങ്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ലിഫ്റ്റ് കിടപ്പുണ്ട്. ആ ലിഫ്റ്റിൽ കയറി ആയാലും നമുക്ക് അവിടെ പൊക്കത്ത് എന്തായാലും 2 ഐറ്റം കിട്ടാൻ. എന്നതായാലും നമുക്ക് തിരിച്ചൊന്ന് വീട്ടിലേക്കൊന്ന് പോകണം. ആ പോണ വഴി നമുക്ക് ആ എൻജിനും കൂടെ എടുത്തിട്ട് പോവാം. അഥവാ കാറ് വഴി, ഡോറ് വഴിയെങ്കിൽ ഡോറ് വഴി, അഥവാ ഈ സീക്രട്ട് അണ്ടർഗ്രൗണ്ട് വഴിയാണെങ്കിൽ ആ വഴി. എന്തായാലും ആ അമ്മുമ്മേനെ വിളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഓടണം. പക്ഷേ ആ അമ്മുമ്മേനെ കാണുന്നില്ല. ഓക്കെ, അടുത്ത് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതേ വന്ന് നമ്മളെ നൈസിൽ കാണിച്ചിട്ട് കൊണ്ട് ഓടിച്ചിട്ട് നൈസിൽ ക്ലച്ച് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, എന്നെ കണ്ട് ഓടി വന്നിട്ടുണ്ട്. നമുക്ക് നൈസിൽ ഇവിടുന്ന് അടിയിൽ കയറിയിട്ട് നേരെ അമ്മുമ്മയുടെ അങ്ങോട്ട് തിരിച്ചു പോകും. എങ്ങനെയൊക്കെ ഓടിച്ചാടി ഞാൻ ഇവിടെ വരെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എൻജിൻ പാർട്ട് ഇവിടെ ഇട്ടേക്കാം. അമ്മുമ്മയാണെങ്കിൽ ആ പുറകിൽ അപ്പം തന്നെ പൊക്കത്തേക്ക് പോയതുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഉപകാരമില്ല. എന്തായാലും നമുക്ക് ആ ലിവറും കൊണ്ട് പോവാം. ഇതാണ് ലിവർ. ഓ ഷേറ്റ്, ആ വണ്ടാറിട്ട് ടൈമിംഗ് ആണ് ഗൈസ്. അതിന് ടൈമിങ് കാണുന്നില്ല. ഇനി തന്നെ അത് ഇവിടെ വന്നിപ്പോൾ അമ്മുമ്മയുടെ തലയുള്ള ആ 8 ഞാൻ നൈസി പറ്റിച്ചുകൊണ്ട് ഇവിടം വരെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ വന്ന് സാധനം ഫിറ്റാക്കിയിട്ടുണ്ട്. ലിവർ കറക്കി. ഇനി നമുക്ക് ആകെ വേണ്ടത് റസ്റ്റഡ് പെഡിലോക്ക് കീ ആണ്. അത് എവിടെയെങ്കിലും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ തിരിച്ച് നമുക്ക് എന്തായാലും പോകണം. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ എസ്കേപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ കാറിൻ്റെയോ ഡോറിൻ്റെ ആണെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണമായിരിക്കും. എന്തായാലും നമുക്കിനി ആ ലിഫ്റ്റിലും കൂടെ കയറാനുണ്ട്. ലിഫ്റ്റിൽ കയറിയാലേ അറിയത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് സ്ലെൻഡറിൻ്റെ സ്ഥലത്ത് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ ആ 8 അമ്മുമ്മയുടെ തല ഉള്ള 8 നമുക്ക് തപ്പണം. അത് അടുത്തെങ്ങും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ പൊക്കത്ത് കയറണം. എന്നിട്ട് ആ ലിഫ്റ്റിൻ്റെ പൊക്കത്ത് പോണ്ടാർ ഇവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, പോയി. ഓക്കെ, നൈസ്, പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ ലിഫ്റ്റിൽ കയറണം. എന്നിട്ട് അതിൽ 1ാമത്തെ പെട്ടി നമുക്ക് തുറക്കണം. കാരണം ഇവിടെ 1 എഴുതി വെച്ചിട്ടുണ്ട്. 2ാമത്തെ പെട്ടി തുറന്നാൽ അത് പൊട്ടിത്തെറിക്കും. എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടായതാണ്. ചുമ്മാ 0 ഡേയ്സാണ് നമുക്ക് തീർക്കേണ്ടത്. ഒരെണ്ണമാണ് ആ പൊട്ട ഡമ്മി കാരണമാണ് നമുക്ക് പണിയായത്. സാധനം പെട്ടിയിൽ അവിടെ വന്നിട്ടുണ്ട് കേസ്. ഇത് പൊട്ടിത്തെറിക്കണേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയത് കാണിച്ചു തരാം. പക്ഷേ ഒരു ദിവസം ചുമ്മാ അത് പോവും. എനിക്കത് കളയാനില്ല. ഇതാണ് ഒന്നാമത്തെ മെലൺ. എന്തായാലും അപ്പോൾ നമുക്ക് അമ്മുമ്മയുടെ വീട്ടിൽ പോകണം. അത് തുറക്കണോ വേണ്ടതെന്ന് ഞാൻ വിചാരിക്കണം. വേണ്ട കേസ്, ചുമ്മാ എന്തിനാ ഇത് കളയണം. ഈ മെലനും കൊണ്ട് ഇനി തിരിച്ചെനിക്ക് പോകും. അത്രയും സമയമാണ്. മെലനും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സാമാനം പിടിക്കാൻ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഈ തണ്ണിമത്തൻ്റെ അകത്ത് എന്നാ കിട്ടുമെന്നൊരു പിടിയുമില്ല. ആവശ്യമുള്ളത് കിട്ടിയാൽ മതി. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ അത്രയും ദൂരത്തുനിന്ന് വന്നത്. എന്നതാണ് കിട്ടിയത്? പെഡ്ലോക്ക് കീ. ഓ ഷേ, ഈ പെഡ്ലോക്ക് കീ നമ്മുടെ കാറിൻ്റെ അവിടെ യൂസ് ചെയ്യാനാണ്. പക്ഷെ എനിക്ക് ഇത് വേണ്ട. എനിക്ക് റസ്റ്റഡ് പെഡ്ലോക്ക് കീ ആണ് വേണ്ടത്. ഒരു സീനും ഇല്ല. നമുക്കെന്നാൽ കാറിൻ്റെ അവിടെ പോയിട്ട് ഈ സാധനം അഴിക്കാം. അമ്മുമ്മ ഇവിടെ എങ്ങും അടുത്തില്ലെന്ന് തോന്നി. ഇനി അടിയിൽ നിന്ന് കാണാൻ പൊക്കത്ത് കയറി വന്നാലുള്ളത് പാട്. ഇനിയും കാറിന് 10-30 സാധനങ്ങൾ വേണം. എന്തായാലും ഈ ലോക്ക് അഴിച്ചു വെച്ചേക്കാം. അഥവാ കാണാം കാറിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നാലോ ഞാൻ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ മാസ്റ്റർ കീ കിടപ്പുണ്ട്. മാസ്റ്റർ കീ എവിടുത്തെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഡോറ്
ഡോറിലെയും എല്ലാ സാധനം കഴിഞ്ഞിട്ടുണ്ട്. ഈ മാസ്റ്റർ കീ മാത്രം യൂസ് ചെയ്ത് അമ്മൂമ്മയാണെങ്കിൽ പൊക്കത്തിരുന്ന് ചിരിക്കണം. തൊട്ടപ്പുറത്താണ്, ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. ഞാൻ സൗണ്ട് ഉണ്ടാക്കി ഇനി വിളിക്കണം. കുറേ നേരമായിട്ട് ഞാൻ വെയിറ്റാണ്. ഇതും കൂടെ വന്ന് കഴിഞ്ഞാൽ നൈസിൽ നമ്മൾ ഓടി പോകുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ മാസ്റ്റർ കീ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡോറ് വഴി നൈസിൽ ഓടിപ്പോവാം. വേറെ ഒന്നും യൂസ് ചെയ്യാനില്ല. എല്ലാ സാധനം നമ്മൾ നേരത്തെ തന്നെ യൂസ് ചെയ്ത് വെച്ചാണ്. ദേ അമ്മൂമ്മ വരുന്നുണ്ട്. അമ്മൂമ്മയുടെ വിചാരം ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം ഈ വീട്ടിൽ പെട്ടു. അമ്മൂമ്മേനെ പറ്റിച്ചിട്ട് നമുക്ക് ആ ഡോറിൻ്റെ സൈഡിലേക്ക് പോവാം. ഡോറിപ്പോൾ എത്തും. എനിക്ക് തോന്നുന്നു ഇതാ സ്വർഗം നമ്മുടെ കൺമുമ്പിൽ. ഞാൻ ഐ കാണ്ട് ഓപ്പൺ ദിസ് ഡോർ യെറ്റ്. അതെന്താ ഗൈസ്, എന്തോ സാധനം മിസ്സായിട്ടുണ്ട്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓ കറക്റ്റായിട്ടല്ലേ ചെയ്യണേ ഞാൻ. ഗൈസ് എന്തോ സാധനം മിസ്സായിട്ടുണ്ട്. എന്നാ സാധനം? ഈ അമ്മച്ചിയാണെങ്കിൽ തുറക്കാൻ നോക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിൻ്റെ തുറക്കാത്ത ഗൈസ്, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതെന്തോ തുറക്കാത്തത്. മാസ്റ്റർ കീ തന്നെയാണ് എൻ്റെ അടുക്കൽ ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് ഐ കനോട്ട് ഓപ്പൺ ദിസ് ഡോർ. ഒന്നും കൂടെ ലാസ്റ്റ് ട്രൈ ചെയ്ത് ഇതാണെന്നുണ്ടെങ്കിൽ തുറയുന്നുമില്ല. എന്തോന്ന് കുഴപ്പമാണ് ഗൈസ്. എല്ലാ സാധനം തുറന്നിട്ടുണ്ട്. ഇത് എന്തോന്ന് പരിപാടിയാണ്. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ദിവസമായി. 2 ദിവസം എങ്ങനെയാ പോയെന്ന് നിങ്ങൾക്കറിയാലോ. ഒന്ന് ഡമ്മി വീണ് ചത്ത്. വേറൊരെണ്ണം ഇങ്ങനെ ചത്ത കേസ്, അത് ഞാൻ മറന്നുപോയി. ഒരെണ്ണം ഡമ്മി വീണാണ് ചത്തതെന്ന് എനിക്ക് ഫുള്ളായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ വേറെ ഏതാണ്ട് സംഭവം. എന്നതായാലും ഞാൻ പൊക്കത്ത് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു 8 കാലിക്ക് വേണ്ടി. മറ്റേ അമ്മൂമ്മയുടെ തലമുള്ള 8 കാലിയല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഏത് 8 കാലിയാണെന്ന്. സോ ആ 8 കാലിക്ക് ഇറച്ചി കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് എന്നാ സാധനം ആ 8 കാലി തന്നെ നോക്കാം. എനിക്ക് ഒരു ഉറപ്പുമില്ല ആവശ്യമുള്ള സാധനം തരുന്നതെന്ന്. ബട്ട് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അഥവാ ഇതിലും കാണാൻ ആവശ്യമുള്ളത് കിട്ടിയ വി വിൽ എസ്കേപ്പ് ടുഡേ. ഇത് ലാസ്റ്റ് ഡേ ആയിരിക്കും. 8 കാലി പോയിട്ടുണ്ട്. സ്വിച്ച് പിടിച്ച് ഇതിൻ്റെ ഉപകാരം എന്നാന്ന് മനസ്സിൽ റെസ്റ്റ്. എൻ്റെ മോനെ കിട്ടി മോനെ. അണ്ടർഗ്രൗണ്ട് എസ്കേപ്പാണ് മച്ചാനെ. ഞാൻ പറഞ്ഞില്ലേ, അവസാനം അണ്ടർഗ്രൗണ്ടിൻ്റെ സാധനം കിട്ടി. റെസ്റ്റഡ് സാധനം. ആ പൊട്ട ഡമ്മിയും താഴെയിട്ട് മൊണ്ണ ഡമ്മി. അമ്മുമ്മ കിളവിയും വരുന്നു. വരട്ടെ, എല്ലാവരും വരട്ടെ. ഇതിൽ ഞാൻ അമ്മുമ്മയുടെ ഡമ്മി ഞാൻ താഴത്ത് ഇട്ടിട്ടുണ്ട്. അമ്മുമ്മ ഇപ്പോൾ വരിക കൂടെ ചെയ്യും. എവിടെ വന്ന് ബാ. ഓന സാധനം ഇടുന്നുണ്ട, ട്രാപ്പ് ഇടുന്നുണ്ട്. ഇപ്പം തന്നെ എന്നെ പിടിക്കുന്നതാണ്. വാ കഥക് വർക്ക്. ഓൺ ദ സ്പോട്ട് ഓടി നേരെ അവിടെ ഞാനിപ്പോൾ എത്തും. അവസാനം ഞാൻ ഇവിടം വരെ എത്തി ഗൈസ്. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഡയറക്റ്റ് ഓടുക, ആ സ്ഥലത്ത് പോവുക, ലോക്ക് അഴിക്കുക. ഇനി ഈ താക്കോലും കൂടെ വർക്കായില്ലെങ്കിൽ ഗൈസ് ഇവിടെ വെച്ച് ഞാൻ ഉറപ്പായിട്ടും പെടുന്നതായിരിക്കും. ആ അമ്മുമ്മേനെ കാണുന്നില്ല. നേരെ അങ്ങോട്ട് ഓടാം. പുള്ളിക്കാരിനെ എതിരായിട്ട് ഞാൻ കാണുന്നില്ല. അമ്മുമ്മ 8 കാലിനെ ഇവിടെ കാണാൻ ഒളിച്ചിരിപ്പുണ്ടോ. എന്ത് വേണേലും സംഭവിക്കും ഗൈസ്. എനിക്ക് അവിടം വരെ എങ്ങനെയും കയറണം. ഫൈനലി നമ്മളെത്തി. ലോക്കും കൂടെ തുറന്ന കഴിഞ്ഞ്. നിങ്ങൾ ആ സ്വർഗം കാണുന്നുണ്ടോ തുറന്നു വരുന്നത്? കിളവി അമ്മുമ്മേ, 8 കാലി അമ്മുമ്മേ, നിങ്ങളല്ലേ എവിടെയാണ്? ഞാൻ ഇതാ രക്ഷപ്പെടാൻ പോകുന്നു.